ജെയ്ഷെ മുഹമ്മദ് തലവൻ മൗലാന മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നത് വൈകിപ്പിക്കാനുള്ള നീക്കവുമായി വീണ്ടും ചൈന. വിഷയത്തിൽ ഇനിയും ചർച്ച നടത്തി ഉത്തരവാദിത്തോടെ ഉള്ള പരിഹാരമുണ്ടാക്കണമെന്നാണ് ചൈനയുടെ നിലപാടെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് ലു കാങ് പറഞ്ഞു. മസൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള പ്രമേയം നാളെ പരിഗണിക്കുമെന്ന സൂചനകൾക്കിടെയാണ് ചൈനയുടെ നിലപാട്. പുൽവാമ ചാവേർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരവാദിയായി പ്രഖ്യാപിച്ച് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നതാണ് പ്രമേയം. സ്ഥിരാംഗങ്ങളായ അമേരിക്കയും ഫ്രാൻസും ഇംഗ്ലണ്ടുമാണ് അവതാരകർ. സുരക്ഷാ സമിതിയുടെ നാളെ ചേരുന്ന 1267-ാം യോഗം പ്രമേയം പരിഗണിക്കും. മറ്റ് 2 സ്ഥിരാംഗങ്ങളിൽ റഷ്യ പ്രമേയത്തെ പിന്തുണയ്ക്കും. ഈ പശ്ചാത്തലത്തിലാണ് ഇരുവള്ളത്തിലും ചവിട്ടിയുള്ള ചൈനയുടെ നിലപാട്. പ്രമേയം പരിഗണിക്കുന്ന സാഹചര്യത്തിൽ നിലപാടെന്തെന്ന ചോദ്യത്തോട് തന്ത്രപരമായിരുന്നു ചൈനയുടെ മറുപടി. ചൈനയുടെ നിലപാടിൽ ഒരു അവ്യക്തതയും ഇപ്പോഴുമില്ല. ഒരാളെ ഭീകരവാദിയായി പ്രഖ്യാപിച്ച് കരിമ്പട്ടികയിൽപ്പെടുത്താൻ തീരുമാനമെടുക്കുന്ന വിഷയത്തിലും ചട്ടങ്ങളും നടപടിക്രമങ്ങളും പാലിച്ചുള്ള ചർച്ച അനിവാര്യമാണ്. ഈ ചർച്ചയിൽ നിന്ന് മാത്രമേ ഉത്തരവാദിത്വത്തോടെയുള്ള ഒരു പരിഹാരമുണ്ടാവുകയുള്ളൂ. മുൻപ് 3 തവണ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള പ്രമേയം സുരക്ഷാ സമിതിയിൽ പരാജയപ്പെട്ടത് ചൈനയുടെ എതിർപ്പ് മൂലമാണ്. 15-അംഗ സുരക്ഷാ സമിതിയിൽ വീറ്റോ അധികാരമുള്ള രാജ്യമാണ് ചൈന. അവ്യക്തത നിറഞ്ഞതാണ് ചൈനയുടെ പ്രതികരണമെന്നാണ് ഇന്ത്യയുടെ അനൌദ്യോഗിക വിലയിരുത്തൽ. പ്രമേയത്തിന് അനുകൂലമായി നിലപാട് സ്വീകരിക്കാൻ ചൈനയ്ക്ക് മേൽ ഇന്ത്യ സമ്മർദ്ദം തുടരുകയാണ്. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി.